അങ്ങനെ പോകുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? സത്യഭാമ ഉറപ്പ് പറഞ്ഞിട്ടില്ലേ ഞാൻ ചാനലുകാർക്ക് വാക്ക് കൊടുത്തു? എന്ത് ചെയ്യാനാണ് സാർ? പോകാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ നടക്കൂല. അവിടെ ചെല്ലുന്നവരെ കൊണ്ട് അവര് പാട്ട് പാടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യമേ മോഹനേട്ടൻ ഒഴിഞ്ഞതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പാട്ടിന്റെ കാര്യമല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കാന്ന്. പക്ഷെ നടക്കൂല സാർ. മോഹനേട്ടനെ പാട്ട് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഭൂമിയുടെ അച്ഛതണ്ട് അവിടെ നിന്ന് മാറ്റുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടും കൽപ്പിച്ച് പോയാലും പ്രശ്നമാണ്. അവർ പാട്ട് പാടാൻ പറയും, മോഹനേട്ടൻ പാടും. ആ പാട്ട് അവർ ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്ത് എനിക്ക് ഈ കോടതി വരാൻ പറ്റില്ല. അത്രയ്ക്ക് ബെസ്റ്റ് പാട്ടാ. പോയില്ലെങ്കിൽ പോയില്ലെന്നല്ലേ ഉള്ളൂ. പോയി നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ നാണം കെടുന്ന എന്തിനാ? ഞാൻ എന്തായാലും ഇല്ല സാർ. സത്യഭാമ ഈ പറഞ്ഞത് മുഴുവൻ വിവരക്കേടാ. ഒരാൾക്ക് പാട്ട് പാടാൻ അറിയില്ലെന്ന് പറയുന്നത് എങ്ങനെ നാണക്കേടാവും? ഒരാളുടെ കഴിവ് നമ്മൾ അളക്കേണ്ടത് അയാളുടെ ജോലി അയാൾ എത്ര ഭംഗിയായി ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അയാളെങ്ങനെ പാട്ട് പാടുന്നു എന്നതിന്റെ കണക്കിലല്ല. ഈ കോടതിയിൽ ഞാൻ വാദിച്ച ഒരൊറ്റ കേസ് ഇതുവരെ തോറ്റിട്ടില്ല. നല്ല വക്കീലത പേരുണ്ട്, പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ മോശക്കാരനാവൂ. മോഹനകൃഷ്ണൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും സത്യസന്ധനായ ഉത്തരവാദിത്വമുള്ളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് അയാളെ തികഞ്ഞ ബഹുമാനമാണ്. പക്ഷേ അയാളുടെ ഭാര്യയ്ക്ക് അയാളെ പുച്ഛം. കാരണം അയാൾക്ക് പാട്ട് പാടാൻ അറിയില്ല. ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഭാമേ. ഒരാൾക്ക് 1000 കഴിവുണ്ടെങ്കിലും അതൊന്നും കാണാതെ അയാൾക്കുള്ള കുറവുകൾ പറഞ്ഞ് അയാളെ ചെറുതാക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. വെറുതെ വാശി പിടിക്കാതെ ആ ഷോയ്ക്ക് പോവാൻ നോക്ക്. അതല്ല സാർ, അവിടെ ചെല്ലുമ്പോ അവര് പാടാൻ പറഞ്ഞ അറിയില്ലെന്ന് പറയണം. നമുക്കറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് നമ്മൾ നിർബന്ധിക്കാൻ പറ്റൂ? ആ ഷോയ്ക്ക് പാട്ടൊന്നൊരു നിർബന്ധമല്ല. ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണത്. പാട്ടറിയാവുന്നവര് പാടും, അറിയാത്തവര് പാടില്ല, അത്ര തന്നെ. ഇത് നല്ല കൂത്ത്. ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് മിണ്ടാതിരുന്നത് എന്താ? എന്തുപറ്റി? പിണക്കാന്ന് തോന്നുന്നല്ലോ. ഇന്നലത്തെ പാട്ടുപടുത്തം കുളവായോണ്ടാ? സാരില്ല മോനേട്ടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. ഇന്ന് വിശ്വനാഥ് സാറ് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഒരാൾക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു കുറവൊന്നുമല്ല. എന്റെ മോഹനേട്ടൻ വേറെ എന്തെല്ലാം കഴിവുകളുണ്ട്. ഉള്ള കഴിവുകൾ കാണാതെ ഇല്ലാത്ത കഴിവുകളുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് വിശ്വനാഥ് സാർ പറഞ്ഞു. കേട്ടപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്റെ വില്ലേജ് ഓഫീസറെ പോലെ സത്യസന്ധനും ലോകവിവരവുമുള്ള വേറൊരാളുണ്ടോ? അത് കാണാതെ ഞാൻ ഈ പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കളിയാക്കി തീരെ ശരിയായില്ല. സോറി. നീ പറഞ്ഞൊക്കെ സത്യാണോ? നമ്മൾ TV ഷോയ്ക്ക് പോകുന്നു. അവര് മോഹനേട്ടനോട് പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മളത് അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഒഴിയും. പാടാൻ അറിയാത്തവരെ പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ? അത്രയുള്ള കാര്യം. ഞാൻ ഈ വേഷം മാറിട്ട് വരാം, എന്നിട്ട് വരെ ചായ. അല്ലിയാമ്പൽ കടവീലം നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മോഹനേട്ടൻ ഇതെങ്ങനെ പഠിച്ചു? രാവിലെ ആഫീസിൽ പോകുന്നതിന് മുമ്പ് പാട്ടി ബുക്കിൽ എഴുതിക്കൊണ്ടുപോയി. എന്നിട്ട് ശിശുപാലിനെ കൊണ്ടൊരു CD പ്ലെയർ കൊണ്ടുവരിച്ച് പാട്ട് കേട്ട് കേട്ട് പഠിച്ചു. എന്റെ അമ്മോ, മോഹനേട്ടാ, മോഹനേട്ടൻ ഭയങ്കരം തന്നെയാണ് കേട്ടോ. ആണോ? പിന്നല്ലേ. ഇതെങ്ങനെ പഠിക്കാൻ എന്റെ മോഹനേട്ടൻ അല്ലാതെ വേറെ ആർക്കും പറ്റും? പാട്ട് നന്നായോ? അടിപൊളിയായില്ലേ? ഒന്നുകൂടെ പാടിക്കേ.
പാടത്തെ. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മോഹനകൃഷ്ണനെ അങ്ങനെയൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഇനിയെങ്കിലും സത്യഭാമ മനസ്സിലാക്കിയാൽ കൊള്ളാം. വാശി ജയിക്കാനായി സ്കൂട്ടർ ഓടിക്കാനും ചെസ് കളിക്കാനും പാട്ടുപാടാനും പഠിച്ച വില്ലേജ് ഓഫീസർ ഇനി ഒരു വാശിക്ക് റോക്കറ്റ് ഓടിക്കാനോ സർപ്പയജ്ഞം നടത്താനോ പോലും മടിക്കില്ല. പക്ഷേ എത്ര ശ്രമിച്ചാലും മോഹനകൃഷ്ണനെ കൊണ്ടാവാത്ത ചില കാര്യങ്ങളുണ്ട് താനും. അത്തരമൊരു കാര്യവുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.